ഞങ്ങൾ ഇതെന്തിനാ വിളിച്ച് മെയിൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഈ കുട്ടി ഈ നാടോടി കുട്ടിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ വീഡിയോ ഒരാളായിട്ടൊന്നുമില്ല, മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടു. ഒന്ന് ആദ്യം ഒരു പെൺകുട്ടി ഇട്ടത്, പിന്നെ അതിന്റെ നേരെ ഞാൻ പിന്നെ ഓവർ യൂട്യൂബിൽ നോക്കില്ല, വേറൊരു ആളിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറൊരാള് മോനിക്കയിൽ കിട്ടാന്നിട്ടുണ്ട് ഒരു വീഡിയോ. അപ്പൊ ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് അത് ഇപ്പൊ ഒരു ഉദാഹരണം ജസ്റ്റ് എന്താ വെച്ചാല് ഇത് DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ കുട്ടി നിങ്ങളെ കുട്ടിയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് താല്പര്യമുണ്ടോ? നമുക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് അങ്ങനെ ഒരു നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താ വെച്ചാൽ നിയമവശത്തിലൂടെ നടക്കുള്ളൂ. അല്ല നമ്മളെ നേരിട്ട് പോയിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു DNA ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് അറിയാൻ കഴിയും. കാരണം ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിന്റെ നിയമവശങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് അറിയില്ല. ഇതിലും കൂടെ ആദ്യം എവിടെ പോകും, എവിടുന്ന് തുടങ്ങും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല. വീഡിയോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സമാധാനമല്ല, റൂമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെ അകത്തേക്ക് വരും. ഇതെന്താ ചെയ്യേണ്ട, ആരോട് എങ്ങനെ പറയേണ്ട, അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. പിന്നെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് വീണ്ടും പറഞ്ഞു. അപ്പൊ ചിലവർ വിളിച്ചിട്ട് പറയും നിങ്ങൾ പോലീസിനെ കൊണ്ട് അന്വേഷിക്കില്ല, നിങ്ങൾ പോകുന്നു. പക്ഷെ നിങ്ങൾ പോകുന്ന നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല. സത്യമാണ്. പിന്നെ അത് പറയുമ്പോൾ നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ വിലല്ല, നിങ്ങൾ എന്താ പോകാതെ നിൽക്കുമ്പോ എന്താ പറയാ, അവരോട് മറുപടി പറയാനും പറ്റുന്നില്ല. എന്താന്ന് വെച്ചാല് അവര് ആകാംക്ഷയോടെ ഇരിക്കുന്നോണ്ട് അവരോടൊന്നും പറയാനും പറ്റുന്നില്ല. ഇവരോട് പറയുന്നത് ഇപ്പൊ എന്റെ ഹസ്ബൻഡിനോട് നിങ്ങളൊന്ന് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആശ്രയം അവരെല്ലാം ഉള്ള, നമുക്ക് ആ വഴി നമുക്കൊന്ന് ഇത് അന്വേഷിക്കും നിങ്ങള്. അന്ന് ഇപ്പൊ ഈ പോലീസ് ഇത് അന്വേഷിച്ചൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ അതിന്റെ ബേസിക്കലി ഞാൻ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ വായി നമുക്ക് അറിയില്ല എന്തായിരുന്നു പോലീസ് അന്വേഷിച്ചൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെന്താന്ന് വെച്ചാൽ കുട്ടിയെ കാണാതാകുന്ന സമയത്ത് ഇവര് മൊത്തം വെള്ളത്തിലേക്ക് മാത്രം നിന്നു. വെള്ളത്തിലേക്ക് പോയി എന്നുള്ളത്, ഇവര് വെള്ളത്തിലേക്കാണ് കുട്ടി പോയത് എന്നുള്ളത് മാത്രം ഇവർ നോക്കി. ഇവര് മറ്റേ മിസ്സിംഗ് ആയത് കരയിലേക്ക് ഇവർ അന്വേഷിച്ചില്ല. ഇവര് എവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇവരെ ഒരു ഇൻഫർമേഷൻ കൊടുത്തില്ല. കുട്ടി വെള്ളത്തിലാണ് പോയത് എന്നുള്ളതാണ്. ഇവർ 6 ദിവസം വെള്ളത്തിലേക്ക് മാത്രം തിരിഞ്ഞ് ലാസ്റ്റ് തന്നെ പിന്നെന്താണ് അന്നത്തെ ഡിവൈഎസ്പി ഉണ്ട് ഇരുട്ടി സുകുമാരൻ പറയും. ഇവര് വിളിച്ചിട്ട് എന്നോട് നല്ല മാന്യ രീതിയിൽ പെരുമാറി, ഒരു അമ്മയാ നിങ്ങളോട് ചോദിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്താ മോളെന്തായ അങ്ങനെ ഇങ്ങനെയല്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറയും. അല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ എനിക്ക് ആദ്യം പറഞ്ഞ മെയിൻ അല്ല പിന്നെ വരും. എനിക്ക് ഇതിങ്ങനെ ടെൻഷനാണല്ലോ, നമുക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടാതെ. അങ്ങനെ ഞാൻ പറഞ്ഞ എന്റെ കുട്ടി ഒരു കാരണവശാലും സാറേ വെള്ളത്തിൽ പോകില്ല, എന്റെ കുട്ടി ശരിക്കും മിസ്സിംഗ് ആണ്. ഇവരോട് പറയുന്നുണ്ട് കുട്ടി നല്ല ശക്തിയായ മഴ പെയ്യുന്നുണ്ട്, എന്റെ കുട്ടിക്ക് സ്വന്തം ഉമ്മാക്ക് അറിയുന്ന പോലെ പുറത്തുള്ള ഒരാൾക്ക് അറിയില്ല. എന്റെ കുട്ടീന്റെ ശരിക്കുള്ള സ്വഭാവം അവരെ എല്ലാ ഇതും അറിയുന്ന ഉമ്മയാ പറയുന്നത്. കുട്ടി പുറത്തേക്ക് പോകണമെങ്കിൽ കുട്ടി വെള്ളം നമുക്ക് പോക്ക് പേടിയാ മഴ ഇങ്ങനെ പെയ്യുമ്പോ. പിന്നെ ഞാൻ അവരോട് പറയുന്നുണ്ട്, ഈ 1.5 വയസ്സായ ഒരു വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് തലയിലേക്ക് ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ ശ്വാസം മുട്ട് ഒന്ന്. പിന്നെ ഇവളെ പിടിച്ച് പോണം, ഇവർക്ക് അങ്ങനെ ഓവർ നടന്ന് ഓടി കളിക്കുന്ന കുട്ടിയൊന്നും അല്ല. ഒരു പിച്ച് വെച്ച് ഒരു വയസ്സ് 1.5 വയസ്സാണ് ശരിക്കും ഒരു കുട്ടിക്ക് നടന്ന് പോകണമെങ്കിൽ. അപ്പൊ ഇത്ര വലിയ ഈ കുട്ടി നല്ല വെള്ളത്തിൽ പിന്നെന്താണ് മുറ്റത്തും പോകില്ല, ഒന്നും ചെയ്യില്ല. ഇവിടെ കുട്ടിക്ക് ക്ലാസ് ഉണ്ട് കമത്തി വെച്ചിട്ടേ, അരപ്പൈസിൽ കമത്തി വെച്ചിട്ട് ഇതൊന്നും ഇച്ചിരി 1 വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് ചാരുവടിയിൽ വെക്കാൻ എങ്ങനെ പറ്റും? ഒരിക്കലല്ല. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്ത്, എന്റെ കുട്ടി മിസ്സിംഗ് ആണ്, എന്റെ കുട്ടിക്ക് വേറെ പിന്നെ വെള്ളത്തിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞോ. ഇപ്പോൾ ഇവര് ഒന്നും വിടുന്നില്ല. ഇവർക്ക് അത് എന്തോ ഒരു എന്തെന്ന് പറയണ്ടേ, ഇവര് അത് അധികം അന്വേഷിക്കൊന്നുമില്ല, ഒരു മെയിൻറ്റെയിൻ ഇവർക്കില്ല. ലാസ്റ്റ് ഇവര് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി വെള്ളത്തിലില്ല കരയിലില്ല, പിന്നെ ആകാശത്തേക്ക് പറഞ്ഞു. ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ഉപ്പാനോട് ചോദിക്കും.